ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനർ കിടക്കണേ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തേ നമുക്ക് ചെയിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം വരുന്നുണ്ടാവും. അതായത് ചെയിൻ ലോക്ക് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. എന്നാലും ചെറിയൊരു ഓവർലാപ്പിംഗ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെയിൻ സെറ്റ് ചെയ്താൽ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ലോക്ക് തൽക്കാലം ഒന്ന് മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ ലോക്ക് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം ഇവിടെ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. കമ്പനി ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് ഈ ക്ലച്ചിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ക്ലച്ച് കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ അതിൽ വെള്ളം ഇറങ്ങിയിട്ട് ക്ലച്ച് ലോഡാവും, ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. തന്നെയല്ല ക്ലച്ച് കേബിൾ എന്തെങ്കിലും അതിൻ്റെ മാക്സിമം കാലാവധി അയക്കണം കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡൊക്കെ നല്ല പുതിയ പാഡാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഇഗ്നീഷൻ സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു താക്കോൽ സെറ്റിൻ്റെ. നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ലൂസ് കോൺടാക്റ്റ് പറഞ്ഞേക്കണത് കൊണ്ട് നമുക്കൊന്ന് അടി കോൺടാക്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. നിലവിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രശ്നമൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. എന്നാലും കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണത് കൊണ്ട് നമ്മളൊന്ന് അഴിക്കണുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. വലിയ പ്രശ്നമൊന്നുമില്ല. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കളർ വെച്ച് നമുക്ക് നോക്കാൻ പറ്റില്ല കറക്റ്റായിട്ട്. ഏകദേശം 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ലെവൽ കുറയാൻ നോക്കിക്കരുത്, മാറ്റി കളയണം കേട്ടോ. കാരണം ഓയിൽ ലെവൽ കുറയാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പുകയുടെ പ്രശ്നമൊക്കെ എന്തെങ്കിലും വരുമ്പോഴാണ് ലെവൽ വ്യത്യാസം വരാം. അപ്പോൾ 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കളയാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി 12 വോൾട്ട് 4 ആംപിയറിൻ്റെ ബാറ്ററി. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 12.84 വരെ കിട്ടുന്നുണ്ട്. അതിന് അത്യാവശ്യം നല്ല വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബാറ്ററി ചെക്കും കൂടി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. വേറെ പറയത്തൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ നമുക്ക് മെയിനായിട്ട് വന്ന കേസ് ഇതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ആ ഒരു ചെയിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിച്ചിരുന്നു. അതായത് ആക്സിലേറ്റർ സ്ലൈഡർ ഉണ്ടല്ലോ, ആക്സിലേറ്റർ ഈ സ്ലൈഡറിൻ്റെ ഈ ഭാഗത്ത് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ പിടിച്ചാണ് ഈ കാണുന്നത്, കാർബേറ്ററിൻ്റെ ഉള്ളിൽ. അത് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. ഈ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ഇതേപോലെ വണ്ണായിട്ടാണത്. അപ്പോൾ അതിന് തേമാനം ഉണ്ട്. അതുകൊണ്ടാണ് ആ ടൈറ്റ് കാണിച്ചാണ്. മറ്റേ മാക്സിമം ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. പിന്നെ കൂടുതലായിട്ടുള്ള പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റിയിടാനേ പറ്റുള്ളൂ കേട്ടോ. തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റാം. ഓക്കെ. ഇപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് വർക്കുമായി ബന്ധപ്പെട്ടതിൻ്റെ വിശദാംശങ്ങൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് തരാം കേട്ടോ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓയിൽ മാറ്റുന്ന കേസ് എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ടൊന്ന് പറയണേ. കാരണം ഓയിൽ ചേഞ്ചിൻ്റെ കേസ് അല്ല പറഞ്ഞേക്കണേ, ചെക്കപ്പാണ് പറഞ്ഞേക്കണേ കേട്ടോ. മാറ്റാറായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി കളയാനാണ് നല്ലത്.